അപ്പോൾ ഇന്ന് നമ്മളെ വർക്ക് നമ്മളെ കിണറിന് നമ്മൾ ഹാഫായിട്ട് ക്ലോസ് ചെയ്യേണ്ടത് മുമ്പുള്ള വീഡിയോയിലൊക്കെ അതിനുള്ള വർക്കൊക്കെ ചെയ്തു വെച്ചിരുന്നു. നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഹാഫായിട്ട് ക്ലോസ് ചെയ്യേണ്ടതെന്നുള്ള. അപ്പോൾ അതിൻ്റെ വർക്കാണ് നടക്കേണ്ടത്. നമ്മൾ ക്ലോസ് ചെയ്യേണ്ടത് 2-3 ടീമൊക്കെ വന്ന സമയത്ത് റണ്ണർ വെച്ചിട്ട് ക്ലോസ്, അപ്പോൾ അതൊന്നൊരു സുഖമായി തോന്നിയില്ല. അങ്ങനെയാണ് നമ്മൾ സ്പാന് വെച്ചിട്ട് സെൻറ്ററിൽ നല്ല സ്പാന് വെച്ചിട്ട് അതിൽ പലക വെച്ചിട്ട് കോൺക്രീറ്റ് ചെയ്യാന്നുള്ളത് തീരുമാനിച്ചത്. അപ്പോൾ ആ ടീമിന് നമ്മൾ വർക്ക് കൊടുത്തു. അതേപോലെ തന്നെ അവർ പലക വെക്കുന്നതിന് മുമ്പായിട്ട് അതിന് സൈഡിൽ ഒരു ബീഡിങ് പോലെ ഒരു എംസാൻഡ് മാത്രമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പലക ഊരിയെടുക്കാൻ കുറച്ച് ഈസി ആയിരിക്കും എന്നുള്ളതുകൊണ്ടാണ് ഈ എംസാൻഡ് വെച്ചിട്ടുള്ളത്. സ്പാനിൻ്റെ മുകളിലും അതേപോലെ തന്നെ പലക വെക്കേണ്ടതിൻ്റെ മുകളിലൊക്കെ എംസാൻഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് അതിക്ക് വേണ്ട സാധനങ്ങളാണ് ഇപ്പോൾ ഈ വരുന്നത്. 16 mm സ്റ്റീലും പിന്നെ അതുപോലെ തന്നെ 8 mm സ്റ്റീല്, സിമെൻറ്റ്, അതിൻ്റെ റിങ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ വന്നിട്ടുള്ളത്. കാരണം നമുക്ക് സെൻറ്ററിൽ ബീം കൊടുക്കണം. അപ്പോൾ 16 mm സ്റ്റീലാണ് വേണ്ടത്. പിന്നെ അതുപോലെ പലകൻ്റെ മുകളിൽ നമ്മളൊരു ട്രാൻസ്പെറൻറ്റ് കവർ വെച്ചിട്ടുണ്ട്. കാരണം കിണറിലേക്ക് സിമെൻറ്റിൻ്റെ വെള്ളവും കാര്യങ്ങളൊക്കെ കിണറിലേക്ക് പോകാതിരിക്കാനും പിന്നെ നമ്മൾ ചെയ്യേണ്ട സ്ലാബിന് അത്യാവശ്യം നല്ല സ്ട്രോങ് കിട്ടാനും ഇങ്ങനെ പലകൻ്റെ മുകളിൽ ഈ കവർ വെച്ചാൽ അത്യാവശ്യം നല്ല സ്ട്രോങ് കിട്ടും. കാരണം സിമെൻ്റ് ഒന്നും ഒലിച്ച് താഴേക്ക് പോവില്ല. മറ്റേ നമ്മൾ ഇടേണ്ടതൊക്കെ ഗ്യാപ്പിലൂടെ താഴേക്ക് പോവുകയും ചെയ്യും. പിന്നെ ഫിനിഷിങ്, ഇതിപ്പോൾ കിണറിനാകുമ്പോൾ ഫിനിഷിങ്ങിൻ്റെ ആവശ്യമില്ല. പക്ഷേ മറ്റുള്ളതിലൊക്കെ നമ്മൾ ഇതേപോലെ പലകൻ്റെ മുകളിൽ ചെയ്താൽ നല്ല വൃത്തിയായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഓവർ ബീമായിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനുള്ള പലകയാണ് അടിക്കേണ്ടത്. സെൻറ്ററിൽ ഓവർ ബീമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പടവ് കാര്യങ്ങളൊക്കെ വരൽ. അപ്പോൾ അതൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ സ്റ്റീല് കെട്ടി കഴിഞ്ഞു. നമ്മൾ 16 mm സ്റ്റീല് മുകളിൽ 2 താഴെ 3 സ്റ്റീലുമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് അത്യാവശ്യം സ്ട്രോങ്ങിന് വേണ്ടിയിട്ടാണ് താഴെ 3 കൊടുത്തിട്ടുള്ളത്. പിന്നെ 8 mm സ്റ്റീലേറ്റ് ഒരു 7.5 സെൻറ്റിമീറ്റർ, അതായത് 5 ഇഞ്ച് ഗ്യാപ്പിലാണ് 8 mm സ്റ്റീല് സ്ലാബിന് കെട്ടിയിട്ടുള്ളത്. പിന്നെ സൈഡിലുള്ളതെല്ലാം വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വർക്ക് ഏകദേശം കഴിഞ്ഞ് നാളെ അവർ കോൺക്രീറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ കോൺക്രീറ്റ് ചെയ്യേണ്ട വീഡിയോസും അതേപോലെ എത്ര എക്സ്പെൻസാണ് ഈ ഒരു സ്ലാബ് ഒരു ഹാഫാക്കാൻ വരിക എന്നുള്ളതൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. മൊത്തമായിട്ട് എത്ര എക്സ്പെൻസ് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.